അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി തന്നെ ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, അവരുടെ മനസ്സിലെ വിഷമം എന്താണോ റബ്ബേ, അത് നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. മനസ്സിലെ ആവശ്യം പെട്ടെന്ന് നിറവേറി കിട്ടാൻ ഈ മഹാൻ്റെ പേരിൽ 4 യാസീൻ ഓതുക. ഒന്നാമത്തെ കാര്യം, മഗ്‌രിബ് ഇശാ നിസ്കാരത്തിൻ്റെ ഇടയിലായിരിക്കണം ഈ 4 യാസീൻ ഓതേണ്ടത്. രണ്ടാമത് വുളു ഉണ്ടായിരിക്കുക. മൂന്നാമത് കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ഓതണം. നാലാമത് ഈ യാസീൻ ഓതുന്നതിനിടയിൽ ആരോടും സംസാരിക്കാതിരിക്കുക. ആത്മാർത്ഥമായി തന്നെ ഓതുക. എൻ്റെ ഈ കാര്യം നിറവേറണമേ റബ്ബേ എന്നുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ഓതിയാൽ തീർച്ചയായും ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഖിളിർ നബി വസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഈ യാസീൻ ഓതേണ്ടത്. ഓതുന്നതിന് മുൻപായി ഖിളിർ നബി വസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ ഓതുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് വയ്ക്കുക. ശേഷം 4 യാസീൻ തുടർച്ചയായി തന്നെ ഓതണം. ഓതുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓരോ യാസീൻ ഓതി തീരുമ്പോഴേക്കും നമ്മുടെ കാര്യം എന്താണോ അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആവശ്യം നിറവേറുക തന്നെ ചെയ്യും. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഒരുപാട് പേർ അല്ലാഹുവെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അല്ലാഹുവെ, അവരുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ നാഥാ. വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട് റബ്ബേ, അവർക്ക് വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്തവരാണ് നാഥാ. അവർക്ക് അല്ലാഹുവെ ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നല്ല ഒരു സന്താനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മാറാരോഗങ്ങൾ വന്ന് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, നീ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് റബ്ബേ അവരുടെ അസുഖം നീ ശിഫയാക്കി കൊടുക്കാമല്ലോ റബ്ബേ. അല്ലാഹുവേ, അവരുടെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവെ, പലിശക്കടത്തിൽ അകപ്പെട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടവരുണ്ട് റബ്ബേ. അല്ലാഹുവെ, അവരുടെ കടം നീ വീടാൻ ഹലാലായ ഒരു മാർഗം തുറന്നു കൊടുക്കണേ റബ്ബേ. വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ, അവർക്ക് ഹൈറായ വിവാഹം ശരിയാവണേ അല്ലാ. അല്ലാഹുവെ, അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങളുടെ മക്കളെ ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാക്കി തരണേ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങൾക്കെല്ലാവർക്കും നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ് അല്ലാഹുവെ മരണം വരെ തരണേ റബ്ബേ. അല്ലാഹുവെ, ഓരോ നിമിഷത്തിലും മരണമെന്നുള്ള ഭയം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണേ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്നും പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ. നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒത്തൊരുമിപ്പിക്കണേ നാഥാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.